So next we are going to study Shubkov dehass effect. So Shubkov dehass effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടം വെൽസ് രണ്ട് കണ്ടീഷൻസ് മസ്റ്റായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് ലോ ടെമ്പറേച്ചറിലായിരിക്കണം നമ്മൾ ക്വാണ്ടം വെല്ലിനെ കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവണം. സോ Shubkov dehass effect എന്ന് വെച്ച് കഴിഞ്ഞാൽ this defines the effect of magnetic fields on the electronic and transport properties of the two-dimensional system. An oscillation in the conductivity of a material that occurs at a low temperature in the presence of very intensive magnetic field is the Shubkov dehass effect. അത് Shubkov dehass effect എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് കണ്ടീഷൻസ്, ഒരു ക്വാണ്ടം വെല്ല് നമ്മൾ കീപ്പ് ചെയ്യേണ്ട രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ അതിനെ കീപ്പ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ആവണം. ഇപ്പോൾ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡിലും ലോ ടെമ്പറേച്ചറിൽ നമ്മളതിനെ കീപ്പ് ചെയ്യുമ്പം അതിൻ്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓസിലേറ്റ് ചെയ്യാം. സോ ആ ഓസിലേറ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് Shubkov dehass effect എന്ന് പറഞ്ഞാൽ. ദ കണ്ടക്ടിവിറ്റി വേരിയിങ് ഓർ കണ്ടക്ടിവിറ്റി ഗോയിങ് ടു ഓസിലേറ്റ്. ദിസ് ഈസ് നോൺ ആസ് Shubkov dehass effect. ഇനി Shubkov dehass effect എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ വെച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ലെൻഡു ലെവൽസ് ആണ്. ഇപ്പോൾ ലെൻഡു ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കി ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിൽ കാണാം n = 1, 2, 3, 4 എന്ന് പറഞ്ഞ ഓരോ ലെവൽസ് കാണാം. അതെല്ലാം ലെൻഡു ലെവൽസ് ആണ്. ലെൻഡു ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ലെവൽസിലും ഇലക്ട്രോൺസ് ഫുള്ളി ഫീൽഡായിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുമ്പം നമുക്കറിയാം ഈ മേളിൽ കാണിച്ചിരിക്കുന്നത് ഫെർമി ലെവലാണ്. ഈ മേളിൽ കാണിച്ചിരിക്കുന്നതാണ് ഫെർമി ലെവൽ. ഈ ഫെർമി ലെവലിൻ്റെ താഴെയാണ് ഇപ്പം ലെൻഡു ലെവൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. n = 1, n = 2, n = 3, n = 4 എന്നുള്ള ലെൻഡു ലെവൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫെർമി ലെവൽസിന് താഴെയാണ്. അപ്പം ഇനി ക്വാണ്ടം വെൽ എനർജി ഓഫ് ലെൻഡു ലെവൽ എന്ന് പറഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡാണ്. ക്വാണ്ടം വെൽസിനകത്ത് ദ എനർജി ഓഫ് ലെൻഡു ലെവൽ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിയാൽ അതനുസരിച്ച് ലെൻഡു ചേഞ്ചിൻ്റെ പൊസിഷനിൽ ലെൻഡു ലെവൽസിൻ്റെ പൊസിഷനിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലെൻഡു ലെവൽസ് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഫെർമി ലെവൽ അത് ക്രോസ് ചെയ്യും. ഫെർമി ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം ലെൻഡു ലെവൽസ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫുള്ളി ഫിൽഡായിട്ടിരിക്കുവാണ്. സോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി കൊടുക്കും തോറും ഈ ലെൻഡു ലെവൽസ് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് ഫെർമി ലെവലിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഫുള്ളി ഫിൽഡായിരിക്കുന്ന ഇലക്ട്രോൺസ് പിന്നെ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കറണ്ട് ഉണ്ട്. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് മൂലമാണ് എന്തുണ്ടാകുന്നത്, കറണ്ട് ഉണ്ടാകുന്നത്. സോ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറിക്കഴിയുമ്പോൾ അവിടെ കണ്ടക്ടിവിറ്റിയിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ആ ഫ്രീലി മൂവ്ഡ് ഇലക്ട്രോൺസ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫെർമി ലെവലിൻ്റെ താഴെ നമ്മളിങ്ങനെ ലെൻഡു ലെവൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെൻഡു ലെവൽസിൽ ഫുള്ളി ഇലക്ട്രോൺസ് ഫില്ലായിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ഫില്ലായിരിക്കുന്നത് എവിടെയാണ്, ലെൻഡു ലെവൽസിലാണ്. സോ ഈ ലെൻഡു ലെവൽസിന് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെൻഡു ലെവലിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കൊടുക്കും തോറും ഓരോരോ ലെൻഡു ലെവൽസ് മുകളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. സോ എപ്പോഴാണോ ഫെർമി ലെവൽ ക്രോസ് ചെയ്ത് ലെൻഡു ലെവൽസ് പോകുന്നത്, അപ്പം ഈ ലെൻഡു ലെവൽസിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസായി മാറും. ആ ഫ്രീ ഇലക്ട്രോൺസ് പിന്നെ മൂവ് ചെയ്യും. ലെൻഡു ലെവൽസിൻ്റെ ഫെർമി ലെവലിൻ്റെ മേളിൽ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ഫെർമി ലെവൽ ക്രോസ് ചെയ്ത് ലെൻഡു ലെവൽസിലുള്ള ഇലക്ട്രോൺസ് പോകുന്നത്, ആ ഇലക്ട്രോൺസ് പിന്നെ ഫ്രീ ഇലക്ട്രോൺസായി മാറും. ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് മൂലം ഒരു കണ്ടക്ടിവിറ്റിയിൽ റെസിസ്റ്റിവിറ്റിയിൽ ചേഞ്ച് ചെയ്യും. അപ്പം ഇതാണ് Shubkov dehass effect എന്ന് പറഞ്ഞാൽ. അപ്പം എഗെയിൻ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, എഗെയിൻ താഴെ ഇപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ 4 ലെൻഡു ലെവൽസാണ് കാണിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് ഫിഗറിൽ നോക്കുമ്പോൾ രണ്ട് ലെൻഡു ലെവൽസേ കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫെർമി ലെവൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി കൊടുക്കും തോറും ലെൻഡു ലെവൽസ് ഇങ്ങനെ ഓരോ ലെവൽസായിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യും, പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ലെൻഡു ലെവൽസ്. അതാണ് Shubkov dehass effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അപ്പോൾ ആക്ച്വലി ലെൻഡു ലെവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫുള്ളി ഫിൽഡായിരിക്കുന്ന അതിനെയാണ് ലെൻഡു ലെവൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഡീജനറൻസി എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് മുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡീജനറൻസി എന്നുള്ളത്. ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലെൻഡു ലെവൽസിൽ ഇലക്ട്രോൺസ് ഫില്ലായിരിക്കുകയാണ്. ഹൗ മച്ച് ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ലെൻഡു ലെവൽ, ദാറ്റ് ഈസ് നോൺ ആസ് ഫില്ലിംഗ് ഫാക്ടർ. ഹൗ മച്ച് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലെൻഡു ലെവൽ, ലെൻഡു ലെവൽസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ദാറ്റ് ഈസ് നോൺ ആസ് ഫില്ലിംഗ് ഫാക്ടർ. സോ ഫില്ലിംഗ് ഫാക്ടർ V ഈസ് ഡിഫൈൻഡ് ആസ് ഇക്വേഷൻ N2D / D 2πhn 2D/EB ആണ്. അതിൽ n എന്ന് പറഞ്ഞാൽ ലെൻഡു ലെവൽസ് ആണ്, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ആണ്. പിന്നെ when the filling factor is an integer, all ലെൻഡു ലെവൽസ് ആർ കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ്.
അതിൽ ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഹൗ മച്ച് ഓഫ് ദി ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ എ ലെൻഡു ലെവൽസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫില്ലിംഗ് ഫാക്ടർ. ഈ ഫില്ലിംഗ് ഫാക്ടർ 2 ടൈപ്പ് ഉണ്ട്. ഇൻറ്റിജർ ഫില്ലിംഗ് ഫാക്ടർ ഉണ്ട്, ഫ്രാക്ഷണൽ ഫില്ലിംഗ് ഫാക്ടർ ഉണ്ട്. ഇൻറ്റിജർ ഫില്ലിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെൻഡു ലെവൽസ് ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫുള്ളി ഫിൽഡായിരിക്കുന്ന ലെൻഡു ലെവൽസിനെ പറയുന്നതാണ് ഇൻറ്റിജർ ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഫ്രാക്ഷണൽ പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോൺസ് കുറച്ചേ കാണുള്ളൂ, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ലെൻഡു ലെവൽസിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ഫില്ലിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ലെൻഡു ലെവൽസിനകത്ത് പാർഷ്യലി ഇലക്ട്രോൺസ് ഫിൽഡ് ആയിട്ടുണ്ടായിരിക്കത്തുള്ളൂ. കംപ്ലീറ്റ്ലി ഫിൽഡ് ഫില്ലിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഇൻറ്റിജർ ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും ലെൻഡു ലെവൽസിൽ. അപ്പോൾ ഇതാണ് ഷുബ്നക്കോവ് ഡീഹാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ്, അല്ലെങ്കിൽ ഓസിലേഷൻ, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓസിലേഷനാണ് ഷുബ്നക്കോവ് ഡീഹാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കഴിയുമ്പം കണ്ടക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാകും. നമ്മൾ 2 ഡയമെൻഷൻ സിസ്റ്റംസ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്ന ലോ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെൻഡു ലെവൽസിൻ്റെ കേസ് കൊണ്ടുവന്നത്. സോ ലെൻഡു ലെവൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ഇരിക്കുന്ന ആ ഒരു ലെവലാണ് ലെൻഡു ലെവൽസ് എന്ന് പറഞ്ഞാൽ. മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞാൽ ലെൻഡു ലെവൽസ് ഫെർമി ലെവലിൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്യും. എപ്പോഴാണോ അപ്പുറം ചെല്ലുന്നത് അപ്പം ആ ഇലക്ട്രോൺസ് പിന്നെ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് മൂലം എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. കറണ്ട് എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിനെ ചേഞ്ച് ചെയ്യും. ഇനി ലെൻഡു ലെവൽസിലിരിക്കുന്ന ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ഫില്ലിംഗ് ഫാക്ടർ. ഈ ഫില്ലിംഗ് ഫാക്ടർ 2 ടൈപ്പ് ഉണ്ട്. ഇൻറ്റിജർ ഫില്ലിംഗ് ഫാക്ടറും ഉണ്ട്, ഫ്രാക്ഷണൽ ഫില്ലിംഗ് ഫാക്ടറും ഉണ്ട്. ഇൻറ്റിജർ ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡു ലെവൽസിൽ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫില്ലിംഗ് ഫാക്ടർ. അപ്പോൾ ഫില്ലിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ ചിലപ്പം ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഇനി ഫ്രാക്ഷണൽ ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡു ലെവൽസിലിരിക്കുന്ന ഇലക്ട്രോൺസ് പാർഷ്യലി ഉണ്ടായിരിക്കുള്ളൂ. പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കത്തില്ല. അപ്പോൾ 4.5 3.5 അങ്ങനെയുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് ആയിരിക്കും ഫില്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി ഷുബ്നക്കോവ് ഡീഹാസ് എഫക്റ്റ് നമ്മൾ എക്സ്പെരിമെൻ്റലി കാണിക്കുന്നതാണത് ഈ ഒരു ഫിഗർ വെച്ച്. ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. ഇപ്പം എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയും റെസിസ്റ്റിവിറ്റി എത്രത്തോളം വേരി ചെയ്യുന്നുണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു സർഫസ് ചാനൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, 3 മെറ്റാലിക്സ് ഉണ്ട്. സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്. 3 മെറ്റാലിക്സ് ഉണ്ട്, ഒരു സർഫസ് ചാനലുണ്ട്. സോ നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഹൊറിസോണ്ടലും പെർപെൻഡിക്കുലറും ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ പൊട്ടൻഷ്യൽ പ്രോബ്സ് എന്ന് പറഞ്ഞ 2 പ്രോബ്സ് ഉണ്ട്. ഈ 2 പ്രോബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ്ങിറ്റ്യൂഡൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഹോൾ പ്രോബ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹോൾ പ്രോബും ഒരു പൊട്ടൻഷ്യൽ പ്രോബും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഹോൾ പ്രോബും ഒരു പൊട്ടൻഷ്യൽ പ്രോബും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ വേരിയേഷൻ ഓഫ് ദി കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമലി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ഗേറ്റിലേക്കാണ്. ഈ വോൾട്ടേജിൻ്റെ വേരിയേഷൻ, വോൾട്ടേജ് കൂട്ടി കൊടുക്കും തോറും അവിടെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യും. സോ വേരിയേഷൻ ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കണ്ടക്ടിവിറ്റി. ദാറ്റ് ഇസ് ദ മേജർ പോയിന്റ്. അതാണ് മേജർ ആയിട്ടുള്ള പോയിന്റ്. വേരിയേഷൻ ഓഫ് ദി വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കണ്ടക്ടിവിറ്റി. അപ്പം ഹൊറിസോണ്ടൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 പൊട്ടൻഷ്യൽ പ്രോബിന് അക്രോസ് ആയിട്ട് പ്രോബ് കണക്ട് ചെയ്താണ് നമ്മൾ ഹൊറിസോണ്ടലി ഉള്ള കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. പെർപെൻഡിക്കുലറി ഉള്ള കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പൊട്ടൻഷ്യൽ പ്രോബും ഒരു ഹോൾ പ്രോബും കൂടി യൂസ് ചെയ്യും. ഈ ഹോൾ പ്രോബ് അങ്ങനെ കിട്ടുന്ന പെർപെൻഡിക്കുലറി നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഹോൾ വോൾട്ടേജ്. ഹോൾ പ്രോബ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന ആ വോൾട്ടേജാണ് ഹോൾ വോൾട്ടേജ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഷുബ്നക്കോവ് ഡീഹാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ.